ഹേ ഗൈസ്, ഇന്ന് ഞാൻ നത്തിങ് ഫോൺ 1ഉം iPhone 13ഉം തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നത്തിങ് ഫോൺ 1ൻ്റെ ബാക്ക് ട്രാൻസ്പാരൻറ്റും ഐഫോണിൻ്റെ ബാക്ക് ഗ്ലോസിയാണ്. നമുക്ക് രണ്ടിന് ക്യാമറ പ്ലേസ്മെൻറ്റ് ഇതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണിൻ്റെയും റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്, രണ്ടും സിമിലർ ആണ്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടിലും വോളിയം റോക്കേഴ്സ് ഉണ്ട്, അതും സിമിലർ ഡിസൈനാണ്. പിന്നെ ഐഫോണിന് മാത്രം മുകളിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അടിയിൽ സിം കാർഡ് ഇജക്ടർ ട്രേ ഉണ്ട്. രണ്ട് ഫോൺസിലും USB-C ടൈപ്പ് ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. ഐഫോണിൻ്റെ ഇരുവശത്ത് നമുക്ക് സ്പീക്കേഴ്സാണ് വരുന്നത്. നത്തിങ് ഫോൺ 1ൽ നമുക്ക് സിം ഇജക്ടർ ട്രേ കാണാൻ പറ്റും, അതുപോലെ തന്നെ മൈക്കും സ്പീക്കറും കാണാം. ഇനി നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 1 മാത്രം നമുക്കൊരു മൈക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ട് ഫോണിനും ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹെഡ്ഫോൺ ജാക്കും പിന്നെ ഒന്ന് അഡാപ്റ്ററാണ്. രണ്ട് ഫോൺസിനും ഡിസ്പ്ലേ അടിപൊളിയാണ്. iPhone 13 റെറ്റിന ഡിസ്പ്ലേയും അതുപോലെ തന്നെ നത്തിങ് ഫോൺ 1 ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നത്തിങ് ഫോൺ 1 ശരിക്കും ഐഫോൺ കില്ലർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ക്യാമറ കമ്പാരിസൺ നോക്കാം. രണ്ട് ഫോൺസിൽ നിന്നും ഞാൻ സാമ്പിൾസ് ഒരേ സമയം എടുത്തിട്ടുണ്ട്. അതിൽ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ്, മാക്രോ, സ്ലോ മോഷൻ, പിന്നെ സൂം ലെവൽസ്, ഇതൊക്കെ രണ്ടിലത്തെയും ഇൻക്ലൂഡഡ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. iPhone 13 നമുക്ക് 4K 60 ഫ്രെയിംസ് വരെ റെക്കോർഡ് ചെയ്യാം, പക്ഷേ നമുക്ക് OnePlusൽ മാക്സിമം 4K 30 ഫ്രെയിംസ് വരെ പറ്റുള്ളൂ. ഇനി നമുക്ക് നേരെ ക്യാമറ സാമ്പിൾസ് നോക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് നത്തിങ് ഫോൺ 1ഉം റൈറ്റ് സൈഡിലുള്ളത് iPhone 13ഉമാണ്. ക്യാമറ സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, രണ്ടും നല്ല ക്വാളിറ്റി ഫോട്ടോസ് തരുന്നുണ്ട്. പക്ഷേ ഐഫോണിൻ്റെ കുറച്ചും കൂടിയും കോൺട്രാസ്റ്റും സാച്ചുറേഷൻ ലെവൽസും കൂടുതലാണ്. ആകാശമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലൂ കളർ ഐഫോണിൽ കാണാൻ പറ്റും. പക്ഷേ ഐഫോണിൽ ഷാഡോ ലെവൽ കൂടുതലായതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും ക്ലിയർ അല്ല. പോർട്രേറ്റ് മോഡ് കമ്പയർ ചെയ്യുമ്പോൾ നത്തിങ് ഫോൺ 1 ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാച്ചുറേഷൻ ലെവൽസ് വരുന്നത്. പിന്നെ രണ്ടിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സൂം ലെവൽസ് നോക്കാം. നത്തിങ് ഫോൺ 1 0.6x അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, ഐഫോണിന് പക്ഷേ 0.5x വരെ വരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള സൂം ലെവൽസ് ഞാൻ കൊടുത്തിരിക്കുന്നത് 1x, 2x, 5x ആണ്. കാരണം ഐഫോണിൽ മാക്സിമം 5x വരെ സൂമുള്ളൂ. പക്ഷേ നമുക്ക് നത്തിങ് ഫോൺ 1ൽ 20x വരെ ഡിജിറ്റൽ സൂം അവൈലബിൾ ആണ്. രണ്ട് ഫോൺസും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഐഫോണിൻ്റെ ഫോട്ടോസ് കുറച്ചും കൂടി കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഉള്ളതുകൊണ്ട് നമുക്ക് ചില ഭാഗത്തൊക്കെ ബ്ലാക്ക് കൂടുതലായി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് നത്തിങ് ഫോൺ 1 കുറച്ചും കൂടി ബ്രൈറ്റർ ആണ്, ക്ലിയറർ ആണ്. പക്ഷേ ഐഫോൺ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സാച്ചുറേഷൻ ലെവൽസ് ഒക്കെ കുറവാണ്. പിന്നെ ഇതാണ് നത്തിങ് ഫോൺ 1ൻ്റെ 20x സൂം. സംവൺ ഡിജിറ്റൽ സൂമാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് വേറൊരു ഏരിയയിൽ നിന്ന് സൂം ലെവൽസ് കമ്പയർ ചെയ്യാം. സോ നമുക്കിവിടെ അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട് രണ്ടിൻ്റെയും, പിന്നെ 1x, 2x ഉണ്ട്. രണ്ടിലും നോക്കുകയാണെങ്കിൽ നമുക്ക് നത്തിങ് ഫോൺ 1ൻ്റെ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളർ ടോൺസ് ആണ് വരുന്നത്. ഐഫോണിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി സാച്ചുറേഷൻ ലെവലും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ലെവൽസും കൂടുതലാണ്. പിന്നെ ഇതാണ് രണ്ട് ഫോൺസിനും മാക്സിമം സൂം ലെവൽസ്, നത്തിങ് ഫോൺ 1ൻ്റെ 20xും ഐഫോണിൻ്റെ 5xും. ഇനി അടുത്ത് കുറച്ച് മാക്രോ ഷോട്ട്സ് ആണ്. നമുക്ക് ഐഫോണിലും അതുപോലെ തന്നെ നത്തിങ് ഫോൺ 1ലും മാക്രോ ക്യാമറ ഇൻബിൽഡ് ഒന്നും ഇല്ല. പക്ഷേ നത്തിങ് ഫോൺ 1 മാക്രോ മോഡ് ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ അൾട്രാ വൈഡ് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ. ഐഫോൺ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നത്തിങ് ഫോൺ 1 കുറച്ചും കൂടി ക്ലോസപ്പിൽ എടുക്കാൻ പറ്റും. പക്ഷേ ഫൈനൽ ഫോട്ടോ കമ്പയർ ചെയ്യുമ്പോൾ ഐഫോണിനാണ് ബെറ്റർ കളേഴ്സും ഡീറ്റെയിലിംഗും ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് രണ്ട് ഫോൺസിനെയും സ്ലോ മോഷൻ വീഡിയോസ് കമ്പയർ ചെയ്യാം. നത്തിങ് ഫോൺ 1 നമുക്ക് 120 ഫ്രെയിംസ് വരെ സ്ലോ മോഷൻ കിട്ടുള്ളൂ. പക്ഷേ iPhone 13 നമുക്ക് 240 ഫ്രെയിംസ് വരെ സ്ലോ മോഷൻ പറ്റും. രണ്ട് ഫോൺസും 180p റെസൊല്യൂഷനിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീഡിയോ നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 1 കുറച്ചും കൂടിയും സാച്ചുറേഷൻ ലെവൽസ് കൂടുതലാണ്. പിന്നെ രണ്ട് ഫോൺസും ഏകദേശം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ സ്ലോ മോഡ് ഡിഫറൻസ് തോന്നിക്കണില്ല. പിന്നെ രണ്ട് ഫോൺസിന് ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐഫോണിന് രണ്ട് റിയർ ക്യാമറ വരുന്നുണ്ട്, പിന്നെ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. മൂന്നും 12 മെഗാപിക്സലാണ്. നത്തിങ് ഫോൺ 1 ആണെങ്കിൽ രണ്ട് ബാക്ക് ക്യാമറയും 50 മെഗാപിക്സലും ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലാണ്. നത്തിങ് ഫോൺ 1നെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടുണ്ട്, സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊക്കെയാണ് നമ്മുടെ നത്തിങ് ഫോൺ 1ഉം iPhone 13ൻ്റെയും ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറയുടെയും വീഡിയോ സാമ്പിൾസ്. രണ്ടും നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, നത്തിങ് ഫോൺ 1ൻ്റെ ബെറ്റർ സാച്ചുറേഷൻ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. ഐഫോണിൻ്റെ പക്ഷേ കുറച്ചും കൂടി ഓവർ എക്സ്പോഷർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ ക്യാമറാസ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഫോൺസിനും അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക.